ചെറുവാടിയാണ്. ഇത് ചെറുവാടി റൂഹി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ഇനാഗ്രേഷൻ ആണ്. സോ ഇവിടെ ഫാർമേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ എന്തൊക്കെയല്ല നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ ഉള്ളത്. ഇവിടെ സ്പോർട്സ് മെഡിസിൻ, ഓർത്തോപെഡിക്സ്, ജനറൽ സർജറി, യൂട്ടിലൈസേഷൻ ആൻഡ് ഓക്സിജൻ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. സോ ഗൈസ് ഇത് ഇനാഗ്രേഷന് ഇതിന് MP ET മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം വരും. ഇതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നമുക്ക് നോക്കി നോക്കാം. മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ഓപ്പറേഷൻ ചാർജിന്റെ ആള് and my cousin also. So ഇതിനെ പറ്റി അറിയാം എന്തൊക്കെ ഉണ്ട്. ഓക്കെ, റൂഹി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് കൂളിമാടാണ്, നമ്മള് നാടായിട്ടുള്ള ചെറുവാടിയിൽ. അപ്പം ഇവിടെ നമുക്ക് ഫെസിലിറ്റീസ് വരുന്നത്, ഇവിടെ ലാബ് വരുന്നുണ്ട്, ഫാർമസി വരുന്നുണ്ട്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, പിന്നെ അതേമാതിരി തന്നെ നല്ല ഹൈ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി സെക്ഷനും കൂടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഡോക്ടർ ഷില്ലറിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ഹരിശങ്കർ ആണ് നമ്മളുടെ ഓർത്തോ ഇതിലുള്ള ആള്. പിന്നെ ഇവിടെ ഗൈനക്ക് ഉണ്ട്. പിന്നെ നമുക്ക് 2 RMO മെഡിക്കൽ ഓഫീസറൊക്കെയാണ് ഇപ്പൊ കറന്റ് ഉള്ളത്. ബാക്കി പിന്നെ സർജൻ ഇതൊക്കെ ഇങ്ങനെ വരുന്നു. സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്താലോ? ഫോളോ മീ. ഓക്കെ, ഇത് ഓഫീസ് ആണോ? യെസ്, ഇത് GM റൂമാണ്. ഓക്കെ, ഇതാണ് ലബോറട്ടറി. ഓക്കെ, ഇതാണ് ലബോറട്ടറി. ഇതിന്റെ ഉള്ളിലേക്ക് ഓക്കെ, ഇവിടെ സയന്റിഫിക്കൽ സാധനമൊക്കെ ഉണ്ടല്ലോ, റിസർച്ച് എടുക്കുന്ന സ്ഥലം. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലം. അത് ഇതാണ് OT. 2 ബെഡൊക്കെ ഉണ്ട്. നല്ല ക്ലീനിനെസ് ആണ്. പുതിയതായിട്ട് നല്ല വൃത്തിയുണ്ട്. ആൻഡ് ഓക്കെ, ഇത് നഴ്സിംഗ് സ്റ്റേഷൻ ആണ്. എത്ര നേഴ്സ് ഉണ്ട് ഇവിടെ? ഓക്കെ, OPD 3 OPD ഉണ്ട്. എമർജൻസി റൂം ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ എമർജൻസീസ് ആണ് ഇവിടെ അറ്റൻഡ് ചെയ്യാ? എല്ലാ എമർജൻസി എന്തെങ്കിലും ഇഷ്യൂസ്. ഓ വാവ്. ഞാൻ സത്യം പറയട്ടെ, ഇത്രയും വലിയൊരു ലോകമാണ് ഇതിനുള്ളിൽ ഞാൻ വിചാരിച്ചില്ല. ഇതൊരു ലോകം തന്നെയാണ്. ലൈക്ക് ഞാൻ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് അത്ര ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. ആർക്കിടെക്ചർ നല്ല രസമുണ്ട്. ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ ആരാണ് ചെയ്തത്? ഇത് സ്റ്റാവറ്റ് എന്ന് പറഞ്ഞ ഡിസൈനിങ് ഗ്രൂപ്പാണ് ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് ചെയ്തു. MP ശ്രീ ET മുഹമ്മദ് ബഷീർ അവരുകൾക്കും മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്കും പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. നാട്ടിൽ നിന്ന് ഒരു പേഷ്യൻ്റ് അവിടെ വരികയും എന്നോട് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന, വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നിലൂടെ സാധ്യമായപ്പോൾ അവർ നിന്നോട് നിർബന്ധിച്ച് നമ്മുടെ നാട്ടിലൊരു ക്ലിനിക്ക് തുടങ്ങാൻ പറയുകയും ആ ഒരൊറ്റ സ്പാർക്കിൽ നിന്ന് ഒരു സെക്കൻഡിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം, പെട്ടെന്നൊരു റൂഹി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന രൂപത്തിൽ നിങ്ങൾ ഒന്നാമത് ഞാൻ അങ്ങനെ തീരുമാനിക്കാൻ അതിന് ഞാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ മക്കള് എന്നോടൊപ്പം നിന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അവർ എനിക്ക് തരുന്ന സപ്പോർട്ട്, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടാണ്. എന്ത് വേണമെങ്കിലും ചെയ്തു. പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരോഗ്യം അത് മരുന്നിലല്ല, ഗുളികയിലല്ല. ശരീരം എത്ര ഫിറ്റായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നോ അതിന് പ്രാമുഖ്യം നൽകുക എന്നുള്ളതാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇന്ന് നമുക്കൊക്കെ അറിയാം. ഒരു ഡോക്ടർക്ക് നമ്മൾ പനി എന്ന് പറയുമ്പോൾ ആ പനിക്കുള്ള ഗുളിക തരും. അത് കഴിഞ്ഞ് തലവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ തലവേദനക്കുള്ള ഗുളികയും തരും. മൂന്നാമതൊരു കാര്യം പറയുമ്പോൾ അതിനോട് ഗുളികയും കൂടെ തരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആരോഗ്യം
അതെങ്ങനെ സൂക്ഷിക്കണം എന്നും അതെങ്ങനെ നിലനിർത്തണം എന്നും ശരിക്കും നമ്മോട് പറയാൻ പറ്റുന്നത് ഇത്തരം ഫിറ്റ്നസ് സെന്ററിലൂടെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി ക്ലിനിക്കും അതിനോടനുബന്ധിച്ച് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാമുഖ്യമായി കാണുന്നത്. ഈ ഏരിയ വളരെ വികസിച്ച് വരികയാണ്. മാത്രമല്ല നമ്മൾ ഈ ബ്രിഡ്ജും കൂടി ഇവിടെ വന്നപ്പോൾ അക്കരെ നിന്നും ആളുകൾക്ക് വരാനുള്ള സൗകര്യമുണ്ട്. അത്രയും കാര്യമായിട്ടുള്ള ആശുപത്രി കാർബിലൊക്കെ ഉണ്ട്. അവിടെ ഹോമിയോ ആശുപത്രി മാത്രമാണുള്ളത്. അപ്പോൾ അവിടെ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 10 മിനിറ്റ് തന്നെ വേണ്ട അവിടെ അക്കരത്തിലെത്താൻ. അപ്പോൾ ഇവിടുത്തെ സാധ്യത ഒന്നാമത് ഇവർക്ക് ഒരു നല്ല കണക്ഷൻ ഇവിടെയുണ്ട്. ഇവരുടെ കുടുംബത്തിന് ആ ഒരു ബന്ധങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇത് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് നമുക്ക് തരണമെന്ന് പറഞ്ഞ സമയത്ത് ചൂരൂർ CS സെൻ്ററിൻ്റെ അതെനിക്ക് നൽകുക എന്നുള്ള നല്ല ഉദ്ദേശം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനത്തെയും അവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തി അതൊക്കെ ഉണ്ടാവും. വളരെ സഹായിച്ച വ്യക്തിയാണ്. നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണ ചികിത്സാ കാര്യത്തിലായിരുന്നാലും പിന്നെ ഫിറ്റ്നസിൻ്റെ സംഗതിയായിരുന്നാലും ഒക്കെ തന്നെ ആധുനിക ചികിത്സാ രംഗത്തെ ഏറ്റവും നൂതനമായിട്ടുള്ള ചില സംഗതികളാണ്. ആ സംഗതിയൊക്കെ തന്നെ മുന്നോട്ട് വന്ന് ഇങ്ങനെ നല്ലൊരു കുടുംബ സദസ്സുകളുടെ സദസ്സ് വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ എന്നോട് പറഞ്ഞതിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതേപോലെ തന്നെ ഇന്നലെ റൂഹി റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞതാണ്. അതിന് നമ്മുടെ നെഹ്റുവിന്റെ ഒരു ഉപഹാരം കൊടുക്കാനും കൂടി ഇവിടെ ബഹുമാനപ്പെട്ട MP യോട് അതുകൂടി അവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.